ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. കോഴിക്കോട് തീരത്തിന് സമീപം സിംഗപ്പൂർ ചരക്ക് കപ്പലിന് തീപിടിച്ചു. 4 ജീവനക്കാരെ കാണാനില്ല. കോസ്റ്റ് ഗാർഡിന്റെയും നാവികസേനയുടെയും നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. തീരമേഖലയിൽ ജാഗ്രതാ നിർദ്ദേശം. തീപിടുത്തത്തിന്റെ കാരണം പരിശോധനയ്ക്ക് ശേഷമേ അറിയാൻ സാധിക്കൂവെന്ന് മന്ത്രി വി.എൻ. വാസവൻ. നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം ശക്തമാക്കി രാഷ്ട്രീയ പാർട്ടികൾ. വോട്ടിംഗ് യന്ത്രങ്ങളുടെ 2ാം ഘട്ട റാൻഡമൈസേഷൻ പൂർത്തിയായി. സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം ഇന്ന് അർദ്ധരാത്രി മുതൽ നിലവിൽ വരും. കേരളത്തിൽ വ്യാഴാഴ്ച മുതൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ മുന്നറിയിപ്പ്. വിവിധ ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. വാർത്തകൾ വിശദമായി. കോഴിക്കോട് തീരത്തിന് സമീപം സിംഗപ്പൂർ ചരക്ക് കപ്പലിന് തീപിടിച്ചു. വാൻഹായി 503 എന്ന കപ്പലിലെ 22 തൊഴിലാളികളിൽ 4 പേരെ കാണാനില്ല. കടലിൽ ചാടിയ 18 ജീവനക്കാരെ രക്ഷപ്പെടുത്തി. 5 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. 2 പേർക്ക് ഗുരുതരമായി പൊള്ളലേറ്റതായാണ് വിവരം. കോസ്റ്റ് ഗാർഡും നാവികസേനയും രക്ഷാപ്രവർത്തനങ്ങൾ തുടരുകയാണ്. കപ്പലിലെ തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുന്നു. ഡോണിയർ വിമാനങ്ങളും കോസ്റ്റ് ഗാർഡ്, നേവി കപ്പലുകളും ദൌത്യത്തിൽ പങ്കെടുക്കുന്നുണ്ട്. നാവികസേനാ കപ്പലായ INS സൂറത്തിന് പുറമെ INS സത്ലജും രക്ഷാദൌത്യത്തിന്റെ ഭാഗമാകും. ബേപ്പൂരിൽ നിന്നും 78 നോട്ടിക്കൽ മൈലും അഴീക്കലിൽ നിന്ന് 44 നോട്ടിക്കൽ മൈലും പടിഞ്ഞാറാണ് അപകടം നടന്നത്. കൊളംബോയിൽ നിന്ന് മുംബൈയിലേക്ക് പോവുകയായിരുന്ന ചരക്ക് കപ്പലാണ് അപകടത്തിൽപ്പെട്ടത്. കപ്പലിൽ നിന്ന് 50ഓളം കണ്ടെയ്നറുകൾ കടലിൽ വീണതായാണ് സംശയം. കണ്ടെയ്നറുകളിൽ തീപിടിക്കാൻ സാധ്യതയുള്ള അപകടകരമായ വസ്തുക്കൾ ഉണ്ടെന്നാണ് വിവരം. ചൈന, മ്യാൻമാർ, ഇന്തോനേഷ്യ എന്നിവിടങ്ങളിൽ നിന്നുള്ളവരാണ് കപ്പലിലെ ജീവനക്കാർ. തീരത്ത് ജാഗ്രതാ നിർദ്ദേശം നൽകിയതായി അഴീക്കൽ പോർട്ട് ഓഫീസർ ക്യാപ്റ്റൻ പി അരുൺകുമാർ പറഞ്ഞു. ഏകദേശം നമ്മുടെ കണ്ണൂർ ലൈറ്റ് ഹൌസിൽ നിന്നും 44 നോട്ടിക്കൽ മൈൽ അകലെയാണ് ഈ അപകടം ഉണ്ടായത്. അതിന്റെ ചരക്കുകളിലെ 4 ടൈപ്പിലുള്ള ഡേഞ്ചറസ് ഗുഡ്സ് കാർഗോ ഉണ്ട്. ഏറ്റവും അടുത്തുള്ള കോസ്റ്റ് ഗാർഡ് സ്റ്റേഷൻ അത് ബേപ്പൂരാണ്. കോസ്റ്റ് ഗാർഡിനെ സംബന്ധിച്ച് ഓപ്പറേഷൻ ചെയ്യാനും കപ്പലുകളിൽ പെട്ടെന്ന് അവിടെ തിരിച്ചെത്താനും അവർക്ക് വേണ്ടിയുള്ള എല്ലാ സപ്പോർട്ടും കൊടുക്കുന്നുള്ളതാണ് ധാരണയായിട്ടുള്ളത്. കപ്പൽ ജീവനക്കാർക്ക് ആവശ്യമായ ചികിത്സ നൽകാനുള്ള ക്രമീകരണങ്ങളും ജില്ലാ കളക്ടർമാരുടെ നിർദ്ദേശപ്രകാരം ഒരുക്കിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് തീപിടുത്തമുണ്ടായത്, എന്താണ് കപ്പലിൽ ഉണ്ടായിരുന്നത് തുടങ്ങിയ കാര്യങ്ങൾ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ പറയാൻ സാധിക്കൂവെന്ന് തുറമുഖ വകുപ്പ് മന്ത്രി വി.എൻ. വാസവൻ പറഞ്ഞു. തുടർ നടപടികൾ കേന്ദ്ര തുറമുഖ വകുപ്പിന്റെ കീഴിലാണ് നടക്കുന്നതെന്നും മത്സ്യത്തൊഴിലാളികൾക്ക് ഉണ്ടാകാനിടയുള്ള പ്രശ്നങ്ങൾ, പാരിസ്ഥിതിക പ്രശ്നങ്ങൾ എന്നിവ പരിശോധിക്കുമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. സിംഗപ്പൂരിന്റെ ഫ്ലാഗാണ് ആ കപ്പലിലുള്ളത്. കൊളംബോയിൽ നിന്ന് മുംബൈക്ക് പോവുകയായിരുന്നു എന്നാണ് കിട്ടിയ വിവരം. അതിൽ 50 കണ്ടെയ്നറോളം കടലിൽ വീണാൻ വന്നു. 40ഓളം ജീവനക്കാരാണ് ഈ ഷിപ്പിൽ ഉണ്ടായിരുന്നത് എന്നാണ് ആദ്യം കിട്ടിയ മെസ്സേജ്. കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയത്തിന്റെ കീഴിലാണ് തുടർ ദൌത്യങ്ങളെല്ലാം മുന്നോട്ട് പോവുക. അതിൽ ഏറ്റവും പ്രധാനമായി കോസ്റ്റ് ഗാർഡിന്റെ എല്ലാം നിയന്ത്രണം അവർക്കാണ്, നേവിയുടെ തന്നെയാണ്. നമുക്കിങ്ങോട്ട് പാരിസ്ഥിതികമായി എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ടോ, സമുദ്രതീരവുമായി ബന്ധപ്പെട്ട് നമുക്ക് മത്സ്യബന്ധനത്തിന് പ്രശ്നം ഉണ്ടാകുന്നുണ്ടോ, ഇത്തരം കാര്യങ്ങളെല്ലാം ജാഗ്രത പാലിച്ചുകൊണ്ട് സംസ്ഥാനം നമ്മൾ മുന്നോട്ട് വരും. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം ശക്തമാക്കി രാഷ്ട്രീയ പാർട്ടികൾ. LDF സ്ഥാനാർത്ഥി M. സ്വരാജ്, UDFന്റെ ആര്യാടൻ ഷൌക്കത്ത്, NDA സ്ഥാനാർത്ഥി മോഹൻ ജോർജ്, സ്വതന്ത്ര സ്ഥാനാർത്ഥി PV അൻവർ എന്നിവരാണ് മത്സരരംഗത്തെ പ്രമുഖർ. CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV ജയരാജൻ, BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ എന്നിവർ മണ്ഡലത്തിൽ ഇന്ന് പ്രചാരണത്തിനെത്തി. ഉപതെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥിക്ക് വെൽഫെയർ പാർട്ടി ഇന്ന് പിന്തുണ പ്രഖ്യാപിച്ചു. ഈ മാസം 19-നാണ് നിലമ്പൂരിൽ വോട്ടെടുപ്പ്. വോട്ടെണ്ണൽ 23-ന് നടക്കും. ഉപതെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കുന്ന വോട്ടിംഗ് മെഷീനുകളുടെ 2ാം ഘട്ട റാൻഡമൈസേഷൻ പൂർത്തിയായി. 1ാം ഘട്ട റാൻഡമൈസേഷനിൽ അനുവദിച്ചു കിട്ടിയ 315 വോട്ടിംഗ് യന്ത്രങ്ങളും 341 VVPATകളും റാൻഡം അടിസ്ഥാനത്തിൽ മണ്ഡലത്തിലെ വിവിധ പോളിംഗ് സ്റ്റേഷനുകളിലേക്ക് ഇലക്ഷൻ കമ്മീഷന്റെ സോഫ്റ്റ്വെയർ വഴി അനുവദിച്ചു നൽകുന്ന പ്രക്രിയയാണ് ഇത്. സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം ഇന്ന് അർദ്ധരാത്രി മുതൽ നിലവിൽ വരും. ജൂലൈ 31 അർദ്ധരാത്രി വരെ 52 ദിവസമാണ് നിരോധനം. സംസ്ഥാനത്തെ 4000ഓളം ട്രോളിംഗ് ബോട്ടുകൾക്ക് ഈ കാലയളവിൽ കടലിൽ പോകാനാകില്ല. എന്നാൽ പരമ്പരാഗത യാനങ്ങൾക്കും മോട്ടറൈസ്ഡ് ബോട്ടുകൾക്കും ഉപരിതല മത്സ്യബന്ധനത്തിന് അനുമതിയുണ്ട്. നിരോധനം ലംഘിക്കുന്ന ട്രോൾ ബോട്ടുകൾക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കും. ട്രോളിംഗ് ബോട്ടുകളെ ആശ്രയിച്ച് കഴിയുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് സൌജന്യ റേഷൻ വിതരണം ചെയ്യാൻ സംസ്ഥാന സർക്കാർ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങളിൽ 2025-26 അധ്യയന വർഷത്തെ കുട്ടികളുടെ കണക്കെടുപ്പ് നാളെ വൈകുന്നേരം 5 മണിവരെ വിദ്യാർത്ഥികളുടെ എണ്ണം ശേഖരിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി. ശിവൻകുട്ടി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. അതിനുശേഷം ഉണ്ടാകുന്ന കണക്കുകൾ നിർണയത്തിന് അനുവദിക്കില്ല. കണക്കെടുപ്പിൽ അപാകതകൾ സംഭവിച്ചാൽ ഉത്തരവാദിത്വം പ്രധാന അധ്യാപകനായിരിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. നിലമ്പൂരിൽ പന്നിക്കെണിയിൽ നിന്നും ഷോക്കേറ്റ് മരിച്ച അനന്തുവിന്റെ കുടുംബത്തിനുള്ള നഷ്ടപരിഹാരം അടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്ന് മന്ത്രി AK ശശീന്ദ്രൻ. അനന്തുവിന്റെ വീട് സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംഭവത്തിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ഇന്നും പ്രതിഷേധം തുടർന്നു. KSEBയുടെയും വനം വകുപ്പിന്റെയും ഭാഗത്തു നിന്നുള്ള അലംഭാവമാണ് അപകടത്തിന് കാരണമായതെന്ന് അനന്തുവിന്റെ വീട് സന്ദർശിച്ച ശേഷം പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. അനന്തുവിന്റെ കുടുംബത്തിന് 25 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണമെന്ന് വനം വകുപ്പ് ഓഫീസിന് മുന്നിലേക്ക് NDA നടത്തിയ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് BJP നേതാവ് K സുരേന്ദ്രൻ പറഞ്ഞു. UDF ഇന്ന് വഴിക്കടവ് KSEB ഓഫീസിന് മുന്നിലും LDF വഴിക്കടവ് പഞ്ചായത്ത് ഓഫീസിലേക്കും പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. നിലമ്പൂരിൽ വൈദ്യുതി മോഷ്ടിച്ച് പന്നിക്കെണി നിർമ്മിക്കുന്ന വിവരം 7 മാസം മുമ്പ് KSEB അധികൃതരെ അറിയിച്ചിരുന്നു എന്ന വിവരം വസ്തുതാപരമല്ലെന്ന് KSEB. വഴിക്കടവ് സെക്ഷൻ ഓഫീസിൽ അത്തരമൊരു പരാതി ലഭിച്ചിട്ടില്ല. തോട്ടിയിൽ ഘടിപ്പിച്ച വയർ വൈദ്യുതി ലൈനിൽ കൊളുത്തി വൈദ്യുതി മോഷ്ടിച്ചാണ് കഴിഞ്ഞ ദിവസം നിലമ്പൂരിൽ നടന്ന അപകടത്തിന് കാരണമായത്. 3 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന ക്രിമിനൽ കുറ്റമാണ് വൈദ്യുതി മോഷണമെന്നും KSEB വ്യക്തമാക്കി. ലോകത്തെ ഏറ്റവും വലിയ കണ്ടെയ്നർ കപ്പലായ MSC ഐറിന വിഴിഞ്ഞം തുറമുഖത്തെത്തി. രാവിലെ 9:18ഓടെയാണ് കപ്പൽ ബർത്തിംഗ് പൂർത്തിയാക്കിയത്. ആഗോള ചരക്കു നീക്കത്തിന്റെ സുപ്രധാന കേന്ദ്രമായി വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം മാറി എന്നതിന്റെ തെളിവാണ് MSC ഐറിനയുടെ വരവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. തിരുവനന്തപുരം ശ്രീചിത്ര ആശുപത്രിയിൽ ചികിത്സാ ഉപകരണങ്ങളുടെ അഭാവം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ അടിയന്തര യോഗം ചേർന്നു. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി, ശ്രീചിത്ര ഡയറക്ടർ, വിവിധ വകുപ്പ് മേധാവികൾ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. പ്രശ്നം പരിഹരിച്ചതായി യോഗത്തിന് ശേഷം കേന്ദ്ര സഹമന്ത്രി അറിയിച്ചു. ഉപകരണങ്ങൾ എത്തിക്കാനുള്ള മാർഗങ്ങൾ തേടുമെന്നും 2 ദിവസത്തിനകം ശസ്ത്രക്രിയകൾ പുനരാരംഭിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. സിക്കിമിൽ മലവെള്ളപ്പാച്ചിലിൽ ജീവൻ നഷ്ടപ്പെട്ട സൈനികൻ ലക്ഷദ്വീപ് സ്വദേശി PK സൈനുദ്ദീന്റെ ഭൌതിക ശരീരം പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ ജന്മനാടായ ആന്ത്രോത്ത് ദ്വീപിലെത്തിച്ചു. അഗത്തി ദ്വീപിൽ നിന്നും ഹെലികോപ്റ്റർ മാർഗം എത്തിച്ച ഭൌതിക ശരീരത്തിൽ സൈനികർ ഉൾപ്പെടെ നിരവധി പേർ പുഷ്പാർച്ചന നടത്തി. ഖബറടക്കം ആന്ത്രോത്ത് റിഫ മസ്ജിദിൽ നടക്കും. സംസ്ഥാനത്ത് വ്യാഴാഴ്ച മുതൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ മുന്നറിയിപ്പ്. എറണാകുളം, തൃശൂർ, പാലക്കാട്, കോഴിക്കോട് ജില്ലകളിൽ ഈ മാസം 12-ന് ഓറഞ്ച് ജാഗ്രത നൽകി. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ 13-നും ഓറഞ്ച് ജാഗ്രതയാണ്. മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. വിവിധ ജില്ലകളിൽ നാളെയും മറ്റന്നാളും ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് തടസ്സമില്ല. വയനാട് പുൽപ്പള്ളി പഴശ്ശിരാജ കോളേജിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പുമായി ചേർന്ന് റഡാർ സ്ഥാപിക്കുന്നതിന് മറ്റന്നാൾ ധാരണാപത്രം ഒപ്പുവയ്ക്കും. തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരായ K രാജൻ, P പ്രസാദ് എന്നിവരുടെയും സാന്നിധ്യത്തിലാണ് ധാരണാപത്രം ഒപ്പിടുന്നത്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 256 പോയിന്റ് നേട്ടത്തിൽ 82,445-ലും നിഫ്റ്റി 100 പോയിന്റ് നേട്ടത്തിൽ 25,103-ലും വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില കുറഞ്ഞു. ഗ്രാമിന് 25 രൂപ കുറഞ്ഞ് 8,955-ഉം പവന് 200 രൂപ കുറഞ്ഞ് 71,640 രൂപയുമാണ് ഇന്നത്തെ വില. നടൻ ഷൈൻ ടോം ചാക്കോയുടെ പിതാവ് CP ചാക്കോയുടെ മൃതദേഹം സംസ്കരിച്ചു. തൃശൂർ മുണ്ടൂരിലെ പരിശുദ്ധ കർമ്മല മാതാ പള്ളിയിലായിരുന്നു സംസ്കാര ചടങ്ങുകൾ. ധർമ്മപുരിയിലുണ്ടായ വാഹന അപകടത്തിലാണ് അദ്ദേഹം മരണമടഞ്ഞത്. ഗാർഹിക പീഡന പരാതിയുമായി എത്തുന്ന പെൺകുട്ടികളുടെയും സ്ത്രീകളുടെയും തുടർ പിന്തുണ ഉറപ്പാക്കുന്നതിന് പ്രത്യേക സെൽ രൂപീകരിക്കുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. ഇവർക്ക് ആത്മവിശ്വാസം ഉണ്ടാകുന്ന തരത്തിലുള്ള തുടർ പിന്തുണ ഉണ്ടാകണമെന്നും ആവശ്യമായവർക്ക് ജീവനോപാധി ലഭിക്കുന്നു എന്ന് ഉറപ്പാക്കണമെന്നും മന്ത്രി പറഞ്ഞു. തിരുവനന്തപുരം സഖി വൺ സ്റ്റോപ്പ് സെന്റർ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. ദേശീയപാതയിൽ തലശ്ശേരി മാഹി ബൈപ്പാസിലെ എരഞ്ഞോളി ടോൾ ബൂത്തിൽ നിരക്കിനെ ചൊല്ലി യാത്രക്കാരും ജീവനക്കാരും തമ്മിൽ തർക്കം. ഇരുവിഭാഗവും തമ്മിൽ ഏറ്റുമുട്ടുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. കോഴിക്കോട് തീരത്തിന് സമീപം സിംഗപ്പൂർ ചരക്ക് കപ്പലിന് തീപിടിച്ചു. 4 ജീവനക്കാരെ കാണാനില്ല. കോസ്റ്റ് ഗാർഡിന്റെയും നാവികസേനയുടെയും നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. തീരമേഖലയിൽ ജാഗ്രതാ നിർദ്ദേശം. തീപിടുത്തത്തിന്റെ കാരണം പരിശോധനയ്ക്ക് ശേഷമേ അറിയാൻ സാധിക്കൂവെന്ന് മന്ത്രി VN വാസവൻ. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം ശക്തമാക്കി രാഷ്ട്രീയ പാർട്ടികൾ. വോട്ടിംഗ് യന്ത്രങ്ങളുടെ 2ാം ഘട്ട റാൻഡമൈസേഷൻ പൂർത്തിയായി. സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം ഇന്ന് അർദ്ധരാത്രി മുതൽ നിലവിൽ വരും. കേരളത്തിൽ വ്യാഴാഴ്ച മുതൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന കാലാവസ്ഥാ മുന്നറിയിപ്പ്. വിവിധ ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25-ന്.